എത്ര ധൈര്യം കൊണ്ടുള്ള നിനക്ക് ഞാനിവിടെ കിടക്കുമ്പോൾ എന്റെ തലയിലേക്ക് പഴമെറിയുന്നു? ക്ഷമിക്കണം സുഹൃത്തെ, എറിഞ്ഞതല്ല, അറിയാതെ വീണതാ. ഈ പഴങ്ങൾ എത്ര സ്വാദുള്ളതാണെന്നോ. ദേഷ്യം കളഞ്ഞിട്ട് കഴിച്ചു നോക്കിക്കൂടെ? നീ പറഞ്ഞത് നേരാണല്ലോ. ഈ പഴത്തിന് എന്തൊരു സ്വാദ. എനിക്ക് ഇനിയും വേണം. നല്ല സ്വാദുള്ള പഴങ്ങൾ കഴിക്കുവാനായി മുതലച്ചാർ പതിവായി കുരങ്ങന്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അങ്ങനെയിരിക്കെ ചങ്ങാതി, ഈ സ്വാദുള്ള പഴങ്ങളിൽ കുറച്ച് എന്റെ ഭാര്യയ്ക്ക് തന്നയക്കാമോ? പിന്നെന്താ, എത്ര പഴം വേണമെങ്കിലും തന്നയക്കാം. എങ്ങനെയുണ്ട്? അക്കരെ മരത്തിലുള്ള എന്റെ സുഹൃത്തായ കുട്ടിക്കുരങ്ങൻ തന്നയച്ചതാണ് ഈ പഴങ്ങൾ. എത്ര രുചിയുള്ള പഴങ്ങൾ! ഇത്രയും രുചിയുള്ള പഴങ്ങൾ നിത്യം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തൊരു രുചിയായിരിക്കും. നീ ഇത്ര ക്രൂരിയാണോ? നിനക്ക് അവന്റെ ഹൃദയം വേണോ? എന്റെ ഒരു ആഗ്രഹമല്ലേ, നിങ്ങൾ അവനെ എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് എത്തിച്ചു തരൂ. വന്നോ? പഴങ്ങൾ കഴിച്ചിട്ട് ഭാര്യ എന്തു പറഞ്ഞു? അവൾക്ക് പഴങ്ങൾ വളരെ ഇഷ്ടമായി. ഞങ്ങൾ ഇന്ന് നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവൾ. വിരുന്നോ? എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ സന്തോഷമേ ഉള്ളൂ. ഞാൻ തീർച്ചയായും വരാം. നിനക്കൊരു കാര്യം കേൾക്കണോ? നിത്യവും ആ രുചിയുള്ള പഴങ്ങൾ കഴിക്കുന്ന നിന്റെ ഹൃദയം വേണമെന്നാണ് എന്റെ ഭാര്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാണ് നിന്നെ കൊണ്ടുപോകുന്നത്, വിരുന്നിനൊന്നുമല്ല. അയ്യോ എന്റെ സുഹൃത്തെ, എന്തേ ഇത് നേരത്തെ പറയുന്നത്? എന്റെ ഹൃദയം ഞാൻ താമസിക്കുന്ന മരത്തിന്റെ മുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നീ എന്നെ കരയിൽ കൊണ്ടാക്കിയാൽ ഞാനത് എടുത്തുകൊണ്ടുവരാം. വേഗം വേണം. എടാ മഠയ, ഏതെങ്കിലും മൃഗത്തിന് തന്റെ ഹൃദയം അഴിച്ചു വെച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? നിന്നെ ഒരു നല്ല സുഹൃത്തായി കണ്ട് വിശ്വസിച്ചത് തെറ്റായെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി.